ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങുകയാണ്. ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ ഒരു സിമ്പിളായ ബിരിയാണിയാണ് ഞങ്ങൾ വെക്കാൻ പോണത്. അത് ആദ്യം കോഴി മസാല തേച്ച് വെക്കണ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കോഴി 1.5 കിലോ ഉണ്ട്. പിന്നെ സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, മല്ലി, പുതിന, തൈര്, പിന്നെ കോഴി മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഈ കോഴിയിൽ ഉപ്പും ഇട്ട് ആദ്യം പരട്ടി വെക്കുകയാണ്. അത് 1 മണിക്കൂറോ 2 മണിക്കൂറോ വെക്കാൻ പറ്റിയ പോലെ വെക്കുക. അത് റെസിപ്പിയാണ് ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോണത്. അതിന് ശേഷം ഞങ്ങളിപ്പോൾ അത് കൂട്ടുന്ന കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ആദ്യം കോഴി മസാല തേക്കണ ഇത് ആദ്യം കാണിച്ചു തരാം. അപ്പം അതിലേക്ക് കോഴി മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കരയാമ്പൂവ്, ഏലക്കായ, പട്ട, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ സബോള, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇവയെല്ലാം നല്ലോണം തിരുമ്പി തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് എല്ലാം കൂടി തിരുമ്പി ചേർത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂറാണ് കണക്ക്. 1 മണിക്കൂർ എങ്കിലും വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. ഞങ്ങൾ ഒരു 3/4 കിലോ അരി എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഞാനും മോളുടെ കുട്ടിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 3/4 കിലോ അരി. നിങ്ങൾക്ക് ആവശ്യമുള്ള അരി നിങ്ങൾ എടുക്കുക. അത് 2-3 പ്രാവശ്യം കഴുകി കുതിര ഇട്ടെടുക്കുകയാണ്. ഇനി ബാക്കി ഒക്കെ ഇനി കാണിച്ചു തരാം. ഇനി അടുത്തതായി കണിക്കുള്ള ചോറ് വേവിക്കാൻ നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് പട്ട, കുരുമുളക് പൊടി, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം വെള്ളം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി വെള്ളം തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ടെടുക്കുക. നമ്മൾ കുറച്ച് കച്ചമ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പച്ചമുളക്, മല്ലിയില, സബോള, തൈര്, ഉപ്പ് ഇട്ട് കച്ചമ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി 3/4 ഭാഗം വേവിക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഊറ്റി മാറ്റാം. ബാക്കി ഉള്ളതൊക്കെ പിന്നെ കാണിക്കാം. അരി പകുതി വേവിൽ ഊറ്റി വെച്ചു. ഇനി അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കോഴി വേവിക്കാം. കോഴി ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഈ പകുതി വേവായ ചോറ് ഇട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ പാത്രം കഴുകിയ തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അതിന് ശേഷം വെന്തതിന് ശേഷം ഈ പകുതി വേവായ അരി അതിൻ്റെ മുകളിലിട്ട് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മല്ലിച്ചപ്പ് ഇട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിക്കുക. അപ്പോൾ ഞാൻ ഇറച്ചി വേവിക്കാൻ വെച്ചെടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇറച്ചി 3/4 ഭാഗം വെന്ത് അതിലേക്ക് ഇങ്ങോട്ട് ചോറ് അതിന് മേലെ ചോറ് ഇട്ട് കൊടുക്കാം.
ചോറ് മുക്കാൽ ഭാഗം വെന്തതാണ്. കുറച്ച് മുക്കാൽ ഭാഗം വേവിക്കുക. അതിന് മേലെ ചോറ് ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച് മല്ലിയില വിതറി മല്ലിയില വിതറി 15 മിനിറ്റ് അടച്ച് വേവിക്കാം. 15 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് കാണിക്കാം. 15 മിനിറ്റ് ഞങ്ങൾ സിമ്മിലിട്ട് അടച്ച് വേവിച്ചു. അതിനുശേഷം ഇപ്പോൾ ചെറിയ പാത്രം ഇളക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ഇളക്കിയിട്ട് ഇട്ട് കാണിച്ചു തരാം. വേഗം ചെയ്യാവുന്ന ബിരിയാണി തയ്യാറായി. നിങ്ങളിത് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം ഞങ്ങൾ വരാം.